ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോകുന്നതേ ഒരു 38 വയസ്സായിരുന്നു അത്രേ ഒരമ്മയുടെ മകനെ കല്യാണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അമ്മ എന്നും ഞാൻ പറയേണ്ടി വരില്ല, എന്റെ പ്രായക്കാരി തന്നെ ആയിരിക്കും. അവർക്കിപ്പോ അത് കേൾക്കണുണ്ടാവും. അപ്പൊ അവരങ്ങനെ ഒരാള്. പിന്നെ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ചോദിക്കുക, അമ്മേ ഒന്ന് പറഞ്ഞു തരൂ, കല്യാണം നടക്കണില്ല മകന്റെ എന്നുള്ളത്. അപ്പൊ മകന്റെയും മകളുടെയും ഒരുപാട് അമ്മമാരാണല്ലേ ഈ വിഷമം സഹിച്ച് നടക്കണത്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. അപ്പൊ അത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടാലേ ഉള്ളൂ ഇതിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാവുക. അപ്പോ നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരു മഹത്തായ ഒരു കഥ ഉണ്ട്. കാരണം ഉമാമഹേശ്വരന്മാര് പാർവതി സ്വയംവര പാർവതി മന്ത്രമാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് സ്വയംവര പാർവതി മന്ത്രമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. അപ്പൊ ഈ ഐതിഹ്യ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം വശ്യമായ ശക്തി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് യോഗം വിധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ യോഗവും വിധിയൊക്കെ നമ്മള് പറഞ്ഞിരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളും ചെയ്യണം. ഇപ്പൊ കല്യാണം തെരഞ്ഞു പോയാലൊന്നും അങ്ങനെ കിട്ടണില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ അതിശക്തമായ ഒരു മന്ത്രം വീട്ടിലിരുന്ന് ജപിക്കുകയാണെങ്കിൽ അത് ജപിക്കേണ്ടത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി തന്നെയാണ്. മകനാണെങ്കിൽ മകൻ തന്നെ വേണം ജപിക്കാൻ, മകളാണെങ്കിൽ മകൾ തന്നെ വേണം ജപിക്കാൻ. അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത. ഇത് എങ്ങനെയാണ് ജപിക്കേണ്ടത്, എത്ര ദിവസം ജപിക്കണം, എല്ലാം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഐതിഹ്യമായ കഥയിലേക്ക് ഒന്ന് പോയാലോ? ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ നടത്തിയ യാഗത്തിൽ സതീദേവി ആത്മത്യാഗം ചെയ്തു. ശേഷം ദുഃഖിതനായ പരമശിവൻ കൊടും തപസ്സിലായി. പിന്നീട് ഹിമവാന്റെ പുത്രിയായി സതീദേവി വീണ്ടും ജനിച്ചു. അതാണ് നമ്മുടെ പാർവതീദേവി. പാർവതീദേവിക്ക് ചെറുപ്പം മുതലേ പരമശിവനോട് അതിയായ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. ശിവനെ ഭർത്താവായി ലഭിക്കണം എന്നായിരുന്നു ദേവിയുടെ അതിയായ ആഗ്രഹം. എന്നാൽ ശിവനാകട്ടെ കഠിന തപസ്സിലായിരുന്നു. ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ശിവനും പാർവതിക്കും ജനിക്കുന്ന പുത്രന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതിനാൽ അവർ ശിവന്റെ തപസ് മുടക്കി. അദ്ദേഹത്തിൽ പ്രണയം ഉണർത്താൻ കാമദേവനെ അയച്ചു. കാമദേവൻ തന്റെ പുഷ്പബാണം എറിഞ്ഞു. ശിവന്റെ തപസ് മുറിഞ്ഞു. കോപം വന്ന ശിവൻ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. ഇതുകണ്ട പാർവതീദേവി തകർന്നു പോയി. ശിവൻ തന്നെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയ ദേവി നിരാശപ്പെട്ടില്ല. ശിവന്റെ പ്രണയം നേടാൻ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിതയായി ഇരുന്ന പാർവതീദേവിയുടെ അടുത്ത് ദുർവാസാവ് മഹർഷി എത്തി. മഹർഷി ദേവിയുടെ ദുഃഖം മനസ്സിലാക്കി. ദുർവാസാവ് മഹർഷിയാണ് പാർവതി ദേവിക്ക് ഈ സ്വയംവര പാർവതി മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. ദേവി, അങ്ങ് ഈ മന്ത്രം പൂർണ്ണ ഭക്തിയോടെ ജപിക്കുക. അങ്ങയുടെ ആഗ്രഹം തീർച്ചയായും സഫലമാകും. മഹർഷിയുടെ വാക്കുകൾ സ്വീകരിച്ച് പാർവതി ദേവി കൊടും തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള സകല ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ടായിരുന്നു. പാർവതി ദേവി ഈ മന്ത്രം ജപിച്ച് കഠിന തപസ്സിൽ മുഴുകി. പാർവതി ദേവിയുടെ അചഞ്ചലമായ ഭക്തിയും മന്ത്രത്തിന്റെ ശക്തിയും പരമശിവന്റെ മനസ്സ് അലിയാൻ തുടങ്ങി. ഒടുവിൽ പരമശിവൻ തന്റെ തപസ് അവസാനിപ്പിച്ച് പാർവതി ദേവിയെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതിച്ചു. ഈ മന്ത്രം ജപിച്ചതിലൂടെ പാർവതി ദേവിക്ക് തന്റെ ആഗ്രഹം സഫലമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിവാഹം വൈകുന്നതിലുള്ള ദുഃഖം മാറ്റാനും നിങ്ങൾക്ക് അനുയോജ്യരായ പങ്കാളിയെ ലഭിക്കാനും ഈ സ്വയംവര പാർവതി മന്ത്രം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ സ്വയംവര പാർവതി മന്ത്രം 108 തവണ ഓരോ ദിവസം നമ്മൾ ജപിക്കണം. അത് നമ്മൾ തുടർന്ന് 48 ദിവസം ജപിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നമ്മളെ വിവാഹം നടക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പൊ നമ്മൾ ശിവന് പ്രധാനപ്പെട്ട ദിവസം നിങ്ങൾക്ക് അറിയില്ലേ, അത് തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ചകളിൽ നമ്മൾ അമ്പലത്തിൽ പോയി ശിവപാർവതിമാരുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തൊഴുക. പിന്നെ വെള്ളിയാഴ്ചകളിലും അതേപോലെ പാർവതി ദേവിയുള്ള ക്ഷേത്രം ദേവികൾക്കൊക്കെ പ്രാധാന്യമാണ്. അപ്പോൾ അന്ന് നമ്മൾ തൊഴുകണം പോയിട്ട്. അപ്പൊ നമ്മൾ ഈ വീട്ടിലിരുന്നിട്ട് ജപിക്കേണ്ട സമയം ഞാൻ പറയാം. രാവിലെ 6 മണി മുതൽ 7 മണി വരെ ജപിക്കാം. അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്നവർക്ക് 5 മണി മുതൽ 6 മണി വരെ. പക്ഷെ കാരണം 108 തവണ ഇത് ജപിക്കാനുള്ള സമയം വേണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ജപിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുളിച്ച ശുദ്ധിയായിട്ട് മാത്രമേ ഇത് ജപിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ മനസ്സിൽ എന്തായിരിക്കണം? ഉമാമഹേശ്വരന്റെ രൂപം, അർദ്ധനാരീശ്വരന്റെ രൂപം. കാരണം ശിവനും പാർവതിയും കൂടി ഒരുമിച്ചിരിക്കുന്ന രൂപം നമ്മളെ മനസ്സിൽ കാണണം. പിന്നെ നമ്മളെ മനസ്സിൽ എന്തായിരിക്കണം? എനിക്ക് അനുയോജ്യമായ ഒരു വധുവിനെ കിട്ടണേ, ഭഗവാനെ സഹായിക്കണേ,
ശിവനോടും പാർവതിയോടും കേണ് പ്രാർത്ഥിച്ചിട്ട് വേണം ഈ നാമം നമ്മള് ജപിക്കാൻ തുടങ്ങാൻ. പിന്നെ പാർവതി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവതിയോടും നമ്മൾ ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കണം. അമ്മേ ഭഗവതി, എനിക്ക് അനുയോജ്യമായ വരനെ കിട്ടണേ. പെൺകുട്ടികൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, ആൺകുട്ടികൾക്ക് ശിവനോട് പ്രാർത്ഥിക്കാം. രണ്ടാളോടും പ്രാർത്ഥിക്കാട്ടോ. രണ്ടുപേരും നമ്മളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധി പെട്ടെന്ന് നമുക്ക് കാര്യം ലഭിക്കും. കാരണം ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ക്ഷിപ്രപ്രസാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ അചഞ്ചലമായ ഭക്തി മാത്രമേ വേണ്ടൂ. അദ്ദേഹം തിരുവാതിര നക്ഷത്രത്തിലാ ജനിച്ചിരിക്കണം, മനസ്സിലായില്ലേ? അത്രയും ക്ഷിപ്രപ്രസാദിയാണ് നമ്മുടെ ശിവഭഗവാൻ. ആരെയും അദ്ദേഹം ഒരിക്കലും സങ്കടപ്പെടുത്തുന്ന ഒരാളല്ല. അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് ഈ മന്ത്രം ജപിക്കുക തന്നെ വേണം 108 തവണ. അപ്പൊ നമ്മൾ ഇരിക്കുമ്പോഴേ ശ്രദ്ധിക്കണം, വെറും തറയിൽ ഇരിക്കരുത്. ചുവന്ന ഒരു തറ, നമ്മളെ തുണി പട്ട എന്നാ പറയുന്നത്. പട്ടില്ലെങ്കിൽ നമ്മളൊരു തുണി വിരിക്കുക, അതിലിരുന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെളുത്ത പട്ട, അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ 2 സ്ഥലത്തേക്ക് നോക്കിയിരിക്കാം കേട്ടോ. ഒന്നുകിൽ നമ്മൾക്ക് വടക്കോട്ട് നോക്കിയിരുന്നിട്ട് ഈ നാമം ചെല്ലാം, ഈ മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരുന്നിട്ടും. നമ്മൾ കാശെത്ര മുടക്കിയിട്ടാണ് അവരെ ജാതകം നോക്കാനും പല നാടുകളിലും അലഞ്ഞും തിരിഞ്ഞും ബുദ്ധിമുട്ടല്ലേ രക്ഷിതാക്കള്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും 41 ദിവസത്തിന്റെ ഉള്ളിലെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ചാൽ എന്താ. അപ്പൊ ഒരാളും 2 പേരും അല്ല എന്നോട് ചോദിച്ചിരിക്കണത്. അപ്പൊ ഈ ഒരുപാട് പേർക്ക് ഞാനിങ്ങനെ വാട്സപ്പ് കൂടെ മറുപടി കൊടുക്കാൻ എനിക്ക് ഇത് ഇത്രയും തോന്നെ. നമുക്ക് വോയിസ് റെക്കോർഡർ ഇല്ല അതില്, നമ്മൾ എഴുതി തന്നെ വേണം. അപ്പൊ ചിലപ്പോ അക്ഷരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ മന്ത്രം പറഞ്ഞു തരാം, എല്ലാവരും തെറ്റാതെ ഞാൻ എഴുതി കാണിക്കും ചെയ്യാം, ചൊല്ലിത്തരും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് തെറ്റാതെ എഴുതിയെടുത്ത് വെക്കുക. തെറ്റണ്ട, നമുക്ക് ഭഗവാനല്ലേ, നമുക്ക് നാമം ജപിക്കുമ്പോ നമ്മൾ എഴുതിയത് തെറ്റാറിഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലായിക്കോളും. നമ്മളെ ഉദ്ദേശം ദൈവത്തിന് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എഴുതി ഞാൻ അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാലോ. അപ്പൊ നിങ്ങൾ അത് എഴുതിയെടുത്തിട്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇതാക്കണം. അപ്പൊ ഞാൻ മന്ത്രം എന്താന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരിലേക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം മക്കള് കല്യാണം കഴിയാതിരിക്കുക പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടമാണ് അല്ലേ. ഞാനും ഒരു അമ്മ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ മന്ത്രം ഇതാണ്: ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ ആകർഷ സ്വാഹ.